കണ്ണൂർ കേളകത്തിറങ്ങിയ കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചു. മേഖലയിൽ നിരോധനാജ്ഞ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ മാസമാണ് സമീപ മേഖലയായ കുട്ടിയൂരിൽ നിന്ന് മറ്റൊരു കടുവയെ വനംവകുപ്പ് പിടികൂടിയത്. RRT സംഘത്തെ പ്രത്യേകമായി നിയോഗിച്ചതായി വനംവകുപ്പ്. സജോ ദേവസ്യ മറ്റു വിവരങ്ങളുമായി ചേരും കണ്ണൂരിൽ നിന്ന്. സജോ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെയാണ് കേളകം അടയ്ക്കാത്തോട്ടിലെ ചിറക്കുഴിയിൽ ബാബു എന്നയാളുടെ വീടിന് സമീപത്തുകൂടി ഒരു കടുവ നടന്നുപോയത്. സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് ചെയ്യുകയായിരുന്ന തൊഴിലാളിയാണ് ഈ ദൃശ്യങ്ങൾ ആദ്യം മൊബൈൽ ഫോണിൽ പകർത്തിയത്. മേഖലയിൽ വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. വനം വകുപ്പിന്റെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിയാത്തതാണോ, അവർ പുറത്തുവിടാത്തതാണോ എന്ന കാര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ പരാതിയും അമർഷവും ഒക്കെയുണ്ട്. ഈ മേഖലയെ സംബന്ധിച്ച് ആളുകൾ വലിയ ഭീതിയിലാണ്. ഏതാണ്ട് ഒരു മാസം ആകുന്നില്ല തൊട്ടടുത്ത് തന്നെയുള്ള കൊട്ടിയൂരിൽ നിന്ന് മറ്റൊരു കടുവയെ വനം വകുപ്പ് പിടികൂടിയിട്ട്. സമാനമായൊരു സാഹചര്യവും ആശങ്കയും പ്രദേശത്ത് നിലവിലുണ്ട്. ഇവിടെ ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി വനം വകുപ്പ് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. RRT സംഘത്തെ പ്രത്യേകമായി ആ സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നിരോധനാജ്ഞയും അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ തുടരും. നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിച്ച് ഇന്നൊരു ദിവസത്തേക്കാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ സാഹചര്യം, അപകടകരമായ ഒരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ കടുവ ആരെങ്കിലും ആക്രമിച്ചതായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിവരങ്ങളില്ല. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വളർത്തു മൃഗങ്ങളെയൊക്കെ കടുവ പിടിച്ചുകൊണ്ടുപോയി തിന്നു ഭക്ഷിച്ചു എന്ന നിലയ്ക്കൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് കേളകം അടയ്ക്കാത്തോട് മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും പറയുന്നത്, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ള ഉത്തരവിലടക്കം ജില്ലാ ഭരണകൂടം പറയുന്നത് മേഖലയിലുള്ള ആളുകൾ വലിയ തോതിൽ ജാഗ്രതയും കരുതലും പാലിക്കണം. ഏതെങ്കിലും തരത്തിൽ രാത്രിയോ മറ്റു പുറത്തിറങ്ങാതെ മറ്റും അവിടെ സുരക്ഷിതമായി യാത്ര ചെയ്യുക, അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്ന ആവശ്യം മുന്നോട്ട്. ഇതൊരു വനാതിർത്തി മേഖലയാണ്. തുടർച്ചയായി ഇതിനോടും സമീപ പ്രദേശങ്ങളിലുമൊക്കെ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ജനവാസ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അവിടെ RRT സംഘത്തെ പ്രത്യേകമായി നിയോഗിച്ചിട്ടുണ്ട്. കരുതലുണ്ട്. ഒപ്പം കൂടുതൽ വനപാലകരുടെ സാന്നിധ്യം ആവശ്യമെങ്കിൽ അതുകൂടി ചെയ്യും. കൊട്ടിയൂർ റേഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ആവശ്യമായ മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നാണ് വനം വകുപ്പ് പറയുന്നത്. പക്ഷേ ആളുകൾക്ക് വലിയ ഭീതിയുണ്ട്. കൂടുതൽ കരുതലും ജാഗ്രതയും തുടർച്ചയായി ഉണ്ടാകണം. ഒപ്പം വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ, അത് കൂടുതൽ മുൻകരുതലിന്റെ ഭാഗമായി കൂടുതൽ ക്യാമറകൾ ആവശ്യമെങ്കിൽ സ്ഥാപിക്കണം എന്ന ആവശ്യമൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും ഇതിനാവശ്യമായ ഇടപെടലുകളൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.